ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലിപ്പോൾ മത്തങ്ങ, ഇതിപ്പോൾ കണി കാണാൻ വെച്ച മത്തങ്ങയാണ്. അപ്പോൾ നമുക്ക് ഇത് വേസ്റ്റാക്കി കളയണ്ട. കറി വെച്ചാലൊന്നും കുഞ്ഞുങ്ങളൊക്കെ അത് കഴിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് നമുക്കൊരു ഹലുവ ഉണ്ടാക്കിയെടുക്കാം. മത്തൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പകുതി മത്തനാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ തോലൊക്കെ കളഞ്ഞ് നല്ല ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കഴുകി എടുക്കാം. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മുടെ ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത്. അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യോളം വരും ഞാൻ ഒഴിച്ചു കൊടുത്തത്. എത്ര നെയ്യ് ഉണ്ടെങ്കിലും നല്ലതാണ്. അപ്പം നെയ്യ് കൂടുതലിരിക്കണം, നല്ല കാര്യമാണ്. അപ്പം അതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കാം. നെയ്യ് കൂടിയതുകൊണ്ട് കുഴപ്പമില്ല, നെയ്യ് നല്ലതാണ്. നമുക്ക് ആവശ്യത്തിന് വേണമെന്നുള്ള അനുസരിച്ച് ഒഴിക്കാം. ഞാൻ അല്പം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ കശുവണ്ടി എല്ലാം നല്ല ചുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാൻ പഞ്ചസാരയിട്ടാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് അതിലിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. നമ്മുടെ ഹലുവ എന്ത് പരുവായി നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ശർക്കരയൊക്കെ പിടിച്ച് നല്ല ഇതായിക്കൊണ്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമേ നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു കൊടുക്കാം. വെള്ളം കുറേ കൂടെ ഒന്ന് പറ്റി വരണം. അപ്പം ഇതിൽ നിന്ന് വെള്ളം ഞാൻ ശർക്കര കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, എങ്കിൽ അതിൽ നിന്ന് വെള്ളം, മത്തൻ്റെ വെള്ളം അറിയാമല്ലോ. മത്തൻ ഇങ്ങനെ വെച്ചാൽ കുമ്പിള് പോലെ വാടുന്ന ഒരു ഇതാണ് മത്തന്. അപ്പം അതുകൊണ്ട് മത്തനിൽ ശരിക്കും വെള്ളമുണ്ട്. ആ വെള്ളം എല്ലാം കൂടെ ഇറങ്ങിയിട്ടാണ് ഒന്ന് നല്ലപോലെ പറ്റട്ടെ. ഹലുവ ഏകദേശം ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റി വന്നുകൊണ്ട് ഇപ്പം കൂടെ ഒന്ന് ആകാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഈ ഒരൊറ്റ സ്പൂണ് മാത്രം മതി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഒരുപാട് ഷേപ്പ് കിട്ടൂല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അരച്ചൊന്നും എടുത്തതല്ല, വെറുതെ കട്ട് ചെയ്ത് തയ്യാറാക്കിയതാണ്. ഒരു സിമ്പിളായിട്ട് നമ്മൾ ചെയ്യണ ഒരു ഹലുവ. ഇതിലേക്ക് 2 വെള്ള എള്ളും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.